ബീഹാറിൽ ജനവിധി വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട കണക്ക് കൂട്ടലുകളിലാണ് മുന്നണികൾ. എക്സിറ്റ് പോളുകൾക്ക് വിപരീതമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് മഹാസഖ്യത്തിന്റെ വിലയിരുത്തൽ. അതേസമയം ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് NDAയും. ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. ധനസുമോദ്, ബീഹാറിന്റെ ജനവിധി പല നിലക്ക് പ്രസക്തവും പ്രധാനവുമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. SIR ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും SIR ഏതെല്ലാം നിലക്കാണ് അവിടെ ബീഹാറിന്റെ ജനവിധിയിൽ ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയണം. അപ്പോൾ എക്സിറ്റ് പോൾ പൂർണ്ണമായും NDAക്ക് അനുകൂലമായ നിലയിലാണ് പുറത്തു വന്നിരുന്നത്. എങ്കിലും മഹാസഖ്യം പ്രതീക്ഷ കൈവിടുന്നില്ല. ഏറ്റവും ഒടുവിൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും രണ്ട് മുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? പ്രതീക്ഷകൾ കൈവിടുന്നില്ല എന്ന് മാത്രമല്ല, 18-ാം തീയതി താൻ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഇതിനകം തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ എക്സിറ്റ് പോളുകളെല്ലാം ഈ ഗോദി മീഡിയ നടത്തിയിരിക്കുന്ന പ്രചാരവേലകൾ തന്നെയാണ്. ഈ മീഡിയ തന്നെയാണ് നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗത്ത് ഇസ്ലാമാബാദ് പിടിച്ചു, കറാച്ചി പിടിച്ചു തുടങ്ങിയ വാർത്തകൾ പ്രൊപ്പഗൻഡ മിഷണറിയായിട്ട് നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സർവേയും നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കുന്നത്. അതേസമയം NDA ക്യാമ്പിലാണെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവർ 5 ലക്ഷം ലഡുവിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 14-ാം തീയതി അവർ ലഡു വിതരണം ചെയ്യും. തങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഇരു മുന്നണികൾക്കും പിടികിട്ടാതെ നിൽക്കുന്നത് ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ്. ഇത് ആർക്ക് അനുകൂലമാകും, ആർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷകരമാകുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ആലോചിക്കുന്നത്. 2020 സംബന്ധിച്ച് അപേക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ 72 ലക്ഷം വോട്ടുകൾ SIR ശേഷവും അധികമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആർക്ക് അനുകൂലമാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായി നോക്കുന്നത്. മാത്രമല്ല, മഹിളകളുടെ വോട്ട് തങ്ങൾക്കാണ് എന്നുള്ളൊരു കാര്യമാണ് NDA ഉറപ്പിച്ചിരിക്കുന്നത്. അതേസമയം യാദവ മുസ്ലിം വോട്ടുകൾ, അതായത് മൈ എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്, മുസ്ലിം യാദവ വോട്ടുകൾ പൂർണ്ണമായും RJD സഖ്യത്തിനായിരിക്കും. അതിനോടൊപ്പം തന്നെ മറ്റ് ദളിത് മഹാദളിത് വിഭാഗത്തിലെ വോട്ടുകളും തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഇവർ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ എക്സിറ്റ് പോളിലാകട്ടെ BJPക്ക് ഇപ്പോൾ നിലവിലെ സീറ്റിനേക്കാളും കുറയും എന്നുള്ള ഒരു സർവേ ഫലം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് വലിയ സന്തോഷിക്കാൻ വകയില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 10-12 എക്സിറ്റ് പോളുകൾ പുറത്തിറക്കിയതിൽ 10ഉം അനുകൂലമായിരിക്കുന്നത് NDAക്കാണ്. പക്ഷേ ആത്മവിശ്വാസം ഒട്ടും ഇന്ത്യ സഖ്യം കൈവിടുന്നില്ല. ശരി, ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയും ഒരേ സമയം മഹാസഖ്യവും NDAയും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. വിശദാംശങ്ങൾ നൽകിയത് ധനസുമോ.